ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വെൽത്തി ലൈഫ്. വരുന്ന ആഴ്ച ആരംഭിക്കുന്ന IPO ആയ GR ഇൻഫ്ര പ്രോജക്ട്സ് ലിമിറ്റഡ് IPOയുടെ റിവ്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ IPO റിവ്യൂ വീഡിയോയിൽ GR ഇൻഫ്ര പ്രോജക്ട്സ് എന്ന കമ്പനിയെക്കുറിച്ചുള്ള ബേസിക് ഇൻഫർമേഷൻ, കമ്പനിയുടെ ബിസിനസ് മോഡൽ അനാലിസിസ്, പാസ്റ്റ് ഫിനാൻഷ്യൽ പെർഫോമൻസ് അനാലിസിസ്, വാല്യൂഷൻ അനാലിസിസ്, കൂടാതെ IPOയിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമോ വേണ്ടയോ എന്ന് സഹായിക്കുന്ന രീതിയിലുള്ള കമ്പനിയുടെ സ്ട്രോങ് ആൻഡ് വീക്ക് പോയിൻ്റ് അനാലിസിസ്, അതോടൊപ്പം തന്നെ ഈ IPOയിൽ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് എത്രത്തോളം ലിസ്റ്റിംഗ് ഗെയിൻ പ്രതീക്ഷിക്കാം എന്നീ കണ്ടൻറ്റുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഡീറ്റെയിൽഡ് വീഡിയോ അനാലിസിസിലേക്ക് കടക്കുന്നതിന് മുൻപ് വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഫോർ ഗെറ്റിംഗ് ഇൻസ്റ്റൻറ്റ് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആൻഡ് റെഗുലർ മാർക്കറ്റ് അപ്ഡേറ്റ്, ചാനലിൻ്റെ സൈഡിൽ നിന്നും സ്വിംഗ് ട്രേഡിന് ആവശ്യമായ അഡീഷണൽ ഇൻസൈറ്റ്സ് ലഭിക്കുന്നതിന് വേണ്ടി ജോയിൻ ബട്ടൺ എന്ന ഓപ്ഷൻ കൺസിഡർ ചെയ്യാവുന്നതാണ്. GR ഇൻഫ്ര പ്രോജക്ട്സ് എന്ന കമ്പനി റോഡുകൾ, ടണലുകൾ, ഹൈവേകൾ എന്നിവയുടെ രൂപകൽപ്പനയും നിർമ്മാണവും നടത്തുന്ന ഒരു കമ്പനിയാണ്. ഈ കമ്പനി റോഡുകളുടെ എഞ്ചിനീയറിംഗ്, പ്രൊക്യൂർമെൻറ്റ്, കൺസ്ട്രക്ഷൻ എന്നിവയാണ് ഏറ്റവും പ്രധാനമായും നടത്തുന്നത്. കമ്പനിയുടെ പ്രോജക്റ്റുകൾ ഇന്ത്യയുടെ 15ഓളം സ്റ്റേറ്റുകളിലായി വ്യാപിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ 2006 മുതൽ 2021 വരെയുള്ള കമ്പനിയുടെ ട്രാക്ക് റെക്കോർഡ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 100-ലധികം റോഡ് കൺസ്ട്രക്ഷൻ പ്രോജക്റ്റുകളാണ് കമ്പനി കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾക്ക് കമ്പനിയുടെ ബിസിനസ് മോഡലിനെ പരിചയപ്പെടാം. കമ്പനിയുടെ ബിസിനസ് മോഡലിനെ നമ്മൾക്ക് 3 കാറ്റഗറിയിൽ ഉൾപ്പെടുത്താം. ഒന്നാമത്തെ കാറ്റഗറിയാണ് സിവിൽ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റി. സിവിൽ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റിയിൽ ഈ കമ്പനി റോഡുകളുടെ എഞ്ചിനീയറിംഗും പ്രൊക്യൂർമെൻറ്റും കൺസ്ട്രക്ഷൻസുമാണ് നടത്തുന്നത്. രണ്ടാമത്തേത് BOT അഥവാ ബിൽഡ് ഓപ്പറേറ്റ് ട്രാൻസ്ഫർ എന്ന മോഡലാണ്. ബിൽഡ് ഓപ്പറേറ്റ് ട്രാൻസ്ഫറിൽ വളരെ ലാർജ് ഇൻ്റഗ്രേറ്റഡ് പ്രോജക്റ്റുകൾ ഈ കമ്പനി നിർമ്മിക്കുകയും ഓപ്പറേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. മൂന്നാമത്തേത് ബിൽഡ് ഓപ്പറേറ്റ് ട്രാൻസ്ഫർ പ്രോജക്റ്റുകൾക്കും അതുപോലെ തന്നെ സിവിൽ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസിന് വേണ്ടിയുള്ള മെറ്റീരിയൽസ് മാനുഫാക്ചർ ചെയ്യുക എന്നുള്ളതാണ്. ഈ കമ്പനിക്ക് 3 മാനുഫാക്ചറിംഗ് യൂണിറ്റുകളാണുള്ളത്. ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, ആസാം എന്നീ സ്റ്റേറ്റുകളിലാണ് ഈ കമ്പനിയുടെ മാനുഫാക്ചറിംഗ് യൂണിറ്റുകൾ ഉള്ളത്. ഈ കമ്പനി റോഡ് നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള ടാറുകൾ, കൂടാതെ റോഡിൻ്റെ പെയിൻറ്റിങ്ങിന് ആവശ്യമായിട്ടുള്ള തെർമോപ്ലാസ്റ്റിക് റോഡ് മാർക്കിംഗ് പെയിൻറ്റുകൾ, ഇലക്ട്രിക് പോളുകൾ, റോഡ് സൈനുകൾ തുടങ്ങിയവയാണ് പ്രധാനമായും മാനുഫാക്ചർ ചെയ്യുന്നത്. കമ്പനിയുടെ പ്രോജക്റ്റ് ബുക്ക് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 19,000 കോടി രൂപയുടെ പ്രോജക്റ്റാണ് ഈ കമ്പനിക്കുള്ളത്. ഈ 19,000 കോടി രൂപയുടെ പ്രോജക്റ്റിൽ ആന്ധ്രാപ്രദേശിലെയും മധ്യപ്രദേശിലെയും റെയിൽവേ പ്രോജക്റ്റുകളും ബീഹാർ, ഒഡീസ, വെസ്റ്റ് ബംഗാൾ, ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്, ജാർഖണ്ഡ്, സിക്കിം സ്റ്റേറ്റുകളിലെ ഒപ്റ്റിക്കൽ ഫൈബർ പ്രോജക്റ്റുകളും ഉൾപ്പെടും. കൂടാതെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 2006 മുതൽ 2021 വരെയുള്ള കാലയളവിൽ ഈ കമ്പനി 100-ലധികം റോഡ് കൺസ്ട്രക്ഷൻ പ്രോജക്റ്റുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കമ്പനിയുടെ ഇപ്പോഴത്തെ റണ്ണിംഗ് പ്രോജക്റ്റ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരു ബിൽഡ് ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ പ്രോജക്റ്റും ഈ കമ്പനി ഇപ്പോൾ റൺ ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾക്ക് കമ്പനിയുടെ റവന്യൂ ഡിസ്ട്രിബ്യൂഷനിലേക്ക് വരാം. കമ്പനിയുടെ റവന്യൂ ഡിസ്ട്രിബ്യൂഷൻ പരിശോധിക്കുകയാണെങ്കിൽ BOT അതായത് ബിൽഡ് ഓപ്പറേറ്റ് ട്രാൻസ്ഫർ എന്ന ബിസിനസ് സെഗ്മെൻറ്റിൽ നിന്നാണ് കമ്പനി ഏറ്റവും കൂടുതൽ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം. 2018 ഫിനാൻഷ്യൽ ഇയറിൽ ഈ കമ്പനിയുടെ ടോട്ടൽ റവന്യൂ 3,335 കോടിയായിരുന്നു. അത് 2020 ഫിനാൻഷ്യൽ ഇയർ ആയപ്പോൾ 6,421 കോടിയായി ഉയർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 2018 ഫിനാൻഷ്യൽ ഇയറിൽ ഈ കമ്പനിയുടെ അസറ്റ് 3,105 കോടിയായിരുന്നു. അത് 7,783 കോടിയായി വർദ്ധിച്ചിട്ടുണ്ട്. കമ്പനിയുടെ അസറ്റും റവന്യൂവും ഇയർ ഓൺ ഇയറിൽ അല്ലെങ്കിൽ 2 വർഷം കൂടിയപ്പോൾ ഡബിൾ ആയി എന്ന് നമ്മൾക്ക് പറയാൻ സാധിക്കും. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് നോക്കുകയാണെങ്കിൽ 412 കോടിയിൽ നിന്നും 799 കോടിയിലേക്കുള്ള ഒരു വളർച്ചയാണ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൽ കാണാൻ സാധിച്ചത്. അതായത് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സും കണ്ടിന്യൂസ്ലി ഇൻക്രീസിങ് ട്രെൻഡാണ് ഫോളോ ചെയ്യുന്നത് എന്ന് വേണം നമ്മൾ ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ. കമ്പനിക്ക് മുകളിലുള്ള ഡെപ്റ്റിനെ കുറിച്ച് സംസാരിക്കാം. 4,758 കോടി രൂപയുടെ ഡെപ്റ്റാണ് ഈ കമ്പനിക്ക് മുകളിലുള്ളത്. കമ്പനിക്ക് മുകളിൽ അല്പം കാര്യമായ രീതിയിലുള്ളൊരു ഡെപ്റ്റ് ഉണ്ട് എന്ന് തന്നെയാണ് പ്രധാനപ്പെട്ട ഫാക്റ്റ്. ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ നോക്കുകയാണെങ്കിൽ 1.2 എന്ന ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ ആണ് കാണാൻ സാധിക്കുന്നത്. പക്ഷേ കൺസ്ട്രക്ഷൻ സെക്ടറിലുള്ള ഹെവി അസറ്റ് മോഡൽ ബിസിനസ്സിൽ ഇത്രയും വലിയ ഡെപ്റ്റ് സ്വാഭാവികമാണ്. കമ്പനിയുടെ RONE നോക്കുകയാണെങ്കിൽ അതായത് റിട്ടേൺ ഓൺ നെറ്റ് വർത്ത് നോക്കുകയാണെങ്കിൽ 23.95%, കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് മാർജിൻ നോക്കുകയാണെങ്കിൽ 12.5%, ഓപ്പറേറ്റിംഗ് മാർജിൻ നോക്കുകയാണെങ്കിൽ 24%. കമ്പനിയുടെ കഴിഞ്ഞ 3 വർഷത്തെ റവന്യൂ ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ 22% റവന്യൂ ഗ്രോത്താണ്. അതായത് ഈ സെക്ടറിലെ പീർ കമ്പനികളുടെ റവന്യൂ ഗ്രോത്തുമായി നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ PNC ഇൻഫ്രാടെക്കിൻ്റെ റവന്യൂ ഗ്രോത്ത് 24%. ബാക്കി എല്ലാ കമ്പനികളെക്കാളും ഉയർന്ന റവന്യൂ ഗ്രോത്താണ് GR ഇൻഫ്രയിൽ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. PNC ഇൻഫ്രാടെക്കിൻ്റെ റവന്യൂ 24%, KNR കൺസ്ട്രക്ഷൻ്റെ റവന്യൂ ഗ്രോത്ത് 12%, HG ഇൻഫ്രയുടേത് 14%.
ത്രീ ഇയറിലെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ വളരെ ഡീസൻ്റ് ആയിട്ടുള്ള പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് 15%. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ നോക്കുകയാണെങ്കിൽ 24%. റിട്ടേൺ റേഷ്യോ നോക്കുകയാണെങ്കിൽ ഈ കമ്പനിയുടെ ROE ആയിട്ട് കാണാൻ സാധിക്കുന്നത് 24%, ROCE ആയിട്ട് കാണാൻ സാധിക്കുന്നത് 26%. അതായത് കൺസ്ട്രക്ഷൻ സെക്ടറിലെ മറ്റ് കമ്പനികളെക്കാൾ വളരെ ബെറ്റർ ആയിട്ടുള്ള ROEയും ROCEയും നമ്മൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കൂടാതെ ഈ ROEയും ROCEയും കമ്പനി കണ്ടിന്യൂസ്ലി മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്റ്റാണ്. ഇനി ഈ കമ്പനിയുടെ വാല്യൂഷനെ കുറിച്ച് സംസാരിക്കാം. ഈ കമ്പനിയുടെ EPS ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് 98.31, അതായത് ഏണിംഗ് പെർ ഷെയർ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് 98.31, PE റേഷ്യോ ആയിട്ട് കാണാൻ സാധിക്കുന്നത് 8.51. അതായത് കൺസ്ട്രക്ഷൻ സെക്ടറിലെ ലീഡിംഗ് കമ്പനികളെക്കാൾ വളരെ കുറഞ്ഞ PEയിൽ ഈ കമ്പനി മാർക്കറ്റിൽ ലിസ്റ്റഡ് ആകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ശ്രദ്ധേയമായ ഫാക്റ്റ്. ഇവിടെ പ്രമുഖ കമ്പനികളുടെ PE നോക്കുകയാണെങ്കിൽ KNR കൺസ്ട്രക്ഷൻസിൻ്റെ PE 15.2, PNC ഇൻഫ്രയുടേത് 12.9, HG ഇൻഫ്രയുടേത് 10.58, ദിലീപ് ബിൽക്കോണിൻ്റേത് 17.42, അശോക് ബിൽക്കോണിൻ്റേത് 10.61. എൻ്റയർ സെക്ടറിൻ്റെ PE നോക്കുകയാണെങ്കിൽ 15.65 സെക്ടറിൻ്റെ PE. സെക്ടറിൻ്റെ PEയുടെ പകുതി PEയിൽ ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റഡ് ആകുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. അതോടൊപ്പം തന്നെ സ്റ്റോക്കിൻ്റെ EPS നോക്കുകയാണെങ്കിൽ ഏണിംഗ് പെർ ഷെയർ ഏറ്റവും ഉയർന്ന EPS നമ്മൾക്ക് കാണാൻ സാധിക്കുന്നതും ഈ കമ്പനിയിലാണ്. അതുകൊണ്ട് നമ്മൾക്ക് നിസ്സംശയം പറയാൻ സാധിക്കും IPO ഒരു ഫെയർലി വാല്യൂഡ് IPO ആണ്. അതുപോലെ തന്നെ കമ്പനിയുടെ ഫിനാൻഷ്യൽ ട്രാക്ക് റെക്കോർഡ് എക്സലൻറ്റ് കാറ്റഗറിയിലുള്ള ഫിനാൻഷ്യൽ ട്രാക്ക് റെക്കോർഡാണ് കമ്പനി ഇതുവരെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത്. IPO റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട ഡേറ്റുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാം. IPO ഓപ്പൺ ആകുന്നത് 7 ജൂലൈ 2021 IPO ക്ലോസ് ആകുന്നത് 9 ജൂലൈ 2021 ഈ IPOയുടെ ലോവർ പ്രൈസ് ബാൻഡായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത് 828 രൂപയും അപ്പർ പ്രൈസ് ബാൻഡായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത് 837 രൂപയുമാണ്. IPOയുടെ ഒരു ലോട്ടിൽ 17 ഷെയറുകളായിരിക്കും ഉണ്ടാവുക. ഒരു ലോട്ടിൻ്റെ വില 14,229 രൂപയാണ്. അതായത് നമ്മൾ IPOയ്ക്ക് അപേക്ഷിക്കണമെങ്കിൽ മിനിമം 14,229 രൂപ നമ്മളുടെ പക്കൽ ആവശ്യമാണ്. ഇവിടെ IPOയിൽ പ്രൊമോട്ടർ 963 കോടി രൂപയുടെ ഷെയറുകളാണ് സെൽ ചെയ്യുന്നത്. ഇതിനെ ഒരു IPO എന്ന് വിശേഷിപ്പിക്കുന്നതിനേക്കാൾ ഉപരി OFS എന്ന് വിശേഷിപ്പിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഇവിടെ ഫ്രഷ് ഇഷ്യൂ ഇല്ല, പകരം ഓഫർ ഫോർ സെയിൽസ് മാത്രമേ ഉള്ളൂ. 963 കോടി രൂപയുടെ ഷെയറുകളാണ് പ്രൊമോട്ടർ വിറ്റഴിക്കുന്നത്. കമ്പനിയുടെ പ്രധാനപ്പെട്ട പ്രൊമോട്ടർ വിനോദ് കുമാർ അഗർവാൾ, അജേന്ദ്ര കുമാർ അഗർവാൾ, പുരുഷോത്തം അഗർവാൾ, ലോകേഷ് ബിൽഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നീ കമ്പനികളാണ്. അതുകൂടാതെ ഈ IPOയ്ക്ക് മുന്നേ പ്രൊമോട്ടർ ഹോൾഡിംഗ് 88.04%, IPOയ്ക്ക് ശേഷമുള്ള പ്രൊമോട്ടർ ഹോൾഡിംഗ് 86.54%. IPOയുടെ ലിസ്റ്റിംഗ് ഡേറ്റ് ആയിട്ട് കാണാൻ സാധിക്കുന്നത് 19 ജൂലൈ 2021. IPO നമ്മൾക്ക് ലഭിച്ചോ ഇല്ലയോ എന്ന് അറിയാൻ സാധിക്കുന്നത് 14 ജൂലൈ 2021. IPO നമ്മൾക്ക് ലഭിച്ചില്ല എങ്കിൽ ഫണ്ട് റീഫണ്ടായി തുടങ്ങുന്നത് 15 ജൂലൈ 2021 മുതലാണ്. IPOയുടെ രജിസ്ട്രാർ K ഫിൻടെക് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. ഇനി ഈ IPO ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് എത്രത്തോളം ലിസ്റ്റിംഗ് ഗെയിൻ ഈ IPOയിൽ നിന്നും പ്രതീക്ഷിക്കാം എന്ന കാര്യം കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് ഇപ്പോഴത്തെ ഗ്രേ മാർക്കറ്റ് പ്രീമിയം അനുസരിച്ച് 300 രൂപയുടെ ഗ്രേ മാർക്കറ്റ് പ്രീമിയമാണ് ഈ IPOയിൽ ഇപ്പോൾ കാണുന്നത്. അതായത് അപ്പർ പ്രൈസ് ബാൻഡായ 837 രൂപയ്ക്കും 837 രൂപയുടെ കൂടെ 300 രൂപയും കൂടെ കൂട്ടിയാൽ ഏകദേശം 1100 രൂപ റേഞ്ചിലായിരിക്കും ഈ IPO ലിസ്റ്റഡ് ആകാനുള്ള സാധ്യത. 1000 മുതൽ 1100 രൂപ റേഞ്ചിലുള്ള ഒരു ലിസ്റ്റിംഗ് പ്രൈസ് നമ്മൾക്ക് പ്രതീക്ഷിക്കാം. അതായത് 20% മുതൽ 40% വരെയുള്ള ഒരു റിട്ടേൺ ആണ് ഈ IPOയിൽ നിന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇനി IPO റിലേറ്റഡ് ആയിട്ടുള്ള ചില നെഗറ്റീവ് കമൻറ്റുകൾ കൂടി നോക്കാം. അതായത് ഒന്നാമത്തെ ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഒരു ഫ്രഷ് ഇഷ്യൂ ഇല്ല, പകരം ഓഫർ ഫോർ സെയിൽസ് മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ. രണ്ടാമത് പ്രൊമോട്ടർ IPOയ്ക്ക് ശേഷം പ്രൊമോട്ടർ ഷെയർ ഹോൾഡിംഗ് 86.54%. അതായത് IPOയ്ക്ക് ശേഷം വീണ്ടും ഈ കമ്പനിയിൽ ഒരു OFS വരാനുള്ള സാധ്യതയുണ്ട്. ഇനി നമ്മൾക്ക് IPOയിൽ അപ്ലൈ ചെയ്യണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതിന് വേണ്ടി IPOയുടെ വീക്ക് പോയിന്റുകളെയും അതുപോലെ തന്നെ സ്ട്രോങ് പോയിന്റുകളെയും പരിചയപ്പെടാം. കമ്പനിയുടെ ഏറ്റവും സ്ട്രോങ് പോയിന്റ് ആയിട്ട് കാണിക്കുന്നത് കമ്പനി റോഡ് പ്രോജക്റ്റിൽ എക്സ്പെർട്ടാണ് എന്നുള്ളതാണ്. അതായത് നാഷണൽ ഹൈവേ, ഫ്ലൈ ഓവറുകൾ, എയർപോർട്ട് റൺവേ, ടണൽ എന്നിവയിൽ നിർമ്മിക്കുന്നതിൽ ഈ കമ്പനിക്ക് പ്രത്യേകമായൊരു പ്രാവീണ്യമുണ്ട്. അതോടൊപ്പം തന്നെ പ്രോജക്റ്റ് എക്സിക്യൂഷൻ കേപ്പബിലിറ്റീസ് നോക്കുകയാണെങ്കിൽ വളരെ സ്ട്രോങ് പ്രോജക്റ്റ് എക്സിക്യൂഷൻ കേപ്പബിലിറ്റീസ് ആണ്. ഇതിൻ്റെ റെക്കോർഡ് നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ 20 വർഷം കൊണ്ട് ഈ കമ്പനി 100-ലേറെ റോഡ് കൺസ്ട്രക്ഷൻ പ്രോജക്റ്റുകളാണ് പൂർത്തീകരിച്ചിട്ടുള്ളത്. കമ്പനിയുടെ ഫിനാൻഷ്യൽ ട്രാക്ക് പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ വളരെ റോബസ്റ്റ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ട്രാക്ക് പെർഫോമൻസ് ആണ് കാണാൻ സാധിച്ചത്. കണ്ടിന്യൂസ് ആയിട്ടുള്ള സെയിൽസ് ഗ്രോത്തിലും പ്രോഫിറ്റ് ഗ്രോത്തിലുമുള്ള വർധനവും കൂടാതെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിലുള്ള
അപ് ട്രെൻഡും ഈ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട ഫാക്ടർ തന്നെയാണ്. പ്രൊമോട്ടേഴ്സിൻ്റെ അവസ്ഥ നോക്കുകയാണെങ്കിലും, അതായത് കമ്പനിയുടെ പ്രൊമോട്ടേഴ്സും എക്സ്പീരിയൻസ്ഡ് പ്രൊമോട്ടേഴ്സാണ്, അതോടൊപ്പം തന്നെ നല്ലൊരു മാനേജ്മെൻറ്റ് ടീമുമുണ്ട്. ഇനി ഈ കമ്പനിയുടെ നെഗറ്റീവ് പോയിൻറ്റുകൾ അല്ലെങ്കിൽ വീക്ക് പോയിൻറ്റുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം. ഒന്നാമത്തെ വീക്ക് പോയിൻ്റായിട്ട് കാണുന്നത് കമ്പനിയുടെ പല പ്രോജക്റ്റുകളും അത് റോഡ് കൺസ്ട്രക്ഷൻ പ്രോജക്റ്റുകളായതുകൊണ്ട് ഇതെല്ലാം സ്റ്റേറ്റ് ഗവൺമെൻറ്റോ സെൻട്രൽ ഗവൺമെൻറ്റോ ആണ് അലോട്ട് ചെയ്യുന്നത്. ഇവിടെ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുമായി എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവുകയാണെങ്കിൽ ഇത് കമ്പനിയുടെ ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഫാക്റ്റാണ്. അതോടൊപ്പം തന്നെ പലപ്പോഴും ഈ പ്രോജക്റ്റുകൾ ബിഡിംഗ് പ്രോസസ്സ് വഴിയാണ് അലോട്ട് ആകാറുള്ളത്. ഈ ബിഡിംഗ് പ്രോസസ്സ് എപ്പോഴും ഈ കമ്പനിക്ക് ഫേവറബിൾ ആകണമെന്നില്ല. കൂടാതെ കമ്പനി ഫേസ് ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചലഞ്ചാണ് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസിൻ്റെയും ഫ്യൂവലിൻ്റെയും ലേബർ കോസ്റ്റും ഒക്കെ വർദ്ധിക്കുന്നത്. ഇത് കമ്പനിയുടെ ട്രാക്ക് റെക്കോർഡിനെ, അതായത് ഫിനാൻഷ്യൽ ട്രാക്ക് റെക്കോർഡിനെ നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇനി കമ്പനി നിർമ്മിച്ച റോഡുകൾ കമ്പനി തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതും കമ്പനിക്ക് മുകളിൽ അല്പം ഫിനാൻഷ്യൽ ബർഡൻ ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി SWOT അനാലിസിസ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ സെക്ടർ ഇന്ത്യയിൽ അണ്ടർ ഡെവലപ്ഡ് സെക്ടറാണ്. ഇവിടെ വളരെ വലിയ ഒരു സ്കോപ്പ് ഓഫ് ഇംപ്രൂവ്മെൻ്റ് ആണ് കാണുന്നത്. ഇന്ത്യയുടെ ടോട്ടൽ നാഷണൽ ഹൈവേയിൽ 24% മാത്രമേ 4 ലൈൻ ആയിട്ടുള്ളൂ. അതായത് ഇവിടെ വളരെ വലിയ ഒരു കൺസ്ട്രക്ഷൻ ഓപ്പർച്യൂണിറ്റിയാണ് ഇൻഫ്രാസ്ട്രക്ചർ കമ്പനികൾക്ക് മുന്നിലുള്ളത്. അതോടൊപ്പം തന്നെ ഇന്ത്യ ലോകത്തിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ ലാർജസ്റ്റ് കൺസ്ട്രക്ഷൻ മാർക്കറ്റും. ഇവിടെ വളരെ വലിയ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വരാനുള്ള സാധ്യതയും കൂടുതലാണ്. ഈ സാധ്യതകളെല്ലാം നമ്മൾ മുന്നിൽ കണ്ട് ഷോർട്ട് ടൈം പോയിൻ്റ് ഓഫ് വ്യൂ ലിസ്റ്റിംഗ് ഗെയിനിന് വേണ്ടിയും അതുപോലെ തന്നെ ലോങ് ടൈം പോയിൻ്റ് ഓഫ് വ്യൂ, അതായത് വാല്യൂഷൻ പാരാമീറ്റർ അനാലിസിസ് ചെയ്യുകയാണെങ്കിൽ ലോങ് ടൈം പോയിൻ്റ് ഓഫ് വ്യൂ ഈ IPO നമ്മൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്